നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 627 627. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 627 120 സർഗം ലീലാകാണ്ഡത്തിലെ ഉദ്ധവരുടെ ഗോകുലയാത്ര 5ാമത്തെ ഭാഗം. ഇനി ഒരു ഭാഗം കൂടിയുണ്ട്. 1 മുതൽ 6 ഭാഗമായിട്ടാണ് ഓരോ സർഗം പറയണത്. അതിൽ 41ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയത്. വിടാനാവില്ല അത് ഓർത്താലും ഞങ്ങൾക്ക് ഈ ആശ കൃഷ്ണനിൽ അന്യാശയാം കൈവെടിഞ്ഞതവൾ ഗോവിന്ദവാഞ്ചയാൽ. ഓരോ ഗോപസ്ത്രീകൾക്കും ശ്രീകൃഷ്ണൻ 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 ഇതല്ലാണ്ട് വേറൊരു ആശയമില്ല. ഈ രണ്ടക്ഷരം കൃഷ്ണ 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 കൃഷ്ണനിൽ ലയിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വിടാനാവില്ലത് ഓർത്താലും. എത്ര ഓർത്താലും ഒഴിവാക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഈ ആശ കൃഷ്ണനിൽ അന്യാശയാം കൈവെടിഞ്ഞതവൾ ഗോവിന്ദവാഞ്ചയാൽ. ഗോവിന്ദൻ സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന പരമാനന്ദമൂർത്തിയായിരിക്കുന്ന ഭഗവാന് അല്ലാണ്ട് അവർക്ക് ഇച്ഛയില്ല. ഇനി 42ാമത്തെ ശ്ലോകം നോക്കൂ. ഗോപിമാർ ഈ വിധം കൃഷ്ണവാഞ്ച എങ്ങനെ നീക്കിയിടും അവിടുന്നോതും ഓരോരോ ഗൂഢമാം മധുഭാഷിതം. ഓരോരുത്തരോടും ഹ്രീം ക്ലീം ഹ്രീം ക്ലീം. എന്താ? കാമനകളെ ജയിച്ചവളെ കാമനകളെ ജയിച്ചവളെ കാമനകളെ ജയിച്ചവളെ. ഇതാണ് ഓരോരുത്തരോടും ഗൂഢമായിട്ട് പറഞ്ഞിട്ടുള്ളവർ. അങ്ങനത്തെ ഒരാളെ എങ്ങനെ നമ്മൾ അന്യാധീനപ്പെടുത്തുക? കാമനകളെ ജയിച്ചാൽ കിട്ടാവുന്ന പരിപാവനമായിട്ടുള്ള ഒരു സച്ചിദാനന്ദ ഘനശ്യാമനായിരിക്കുന്ന ശ്രീകൃഷ്ണനുള്ള ആശയനെ എങ്ങനെ വിടും? സച്ചിത് ആനന്ദ ഘനശ്യാമൻ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഗോപിമാർ ഈ വിധം കൃഷ്ണവാഞ്ച എങ്ങനെ നീക്കിയിടും അവിടുന്നോതും ഓരോരോ അദ്ദേഹം പറയുന്ന ഓരോരോ ഗൂഢമാം മധുഭാഷിതം മറക്കാനാവതല്ല ഞങ്ങൾക്കൊരു നാളും മഹാമതേ. ആരാ മഹാമതേ? ബൃഹസ്പതി ശിഷ്യനായിരിക്കുന്ന ഉദ്ധവര് ശ്രീകൃഷ്ണനെ അനുകരിച്ചും അനുമോദിച്ചും കൊണ്ട് ജീവിക്കുന്ന ഒരാൾ. ഭഗവാൻ ഇന്ന് ധരിച്ച മാലകൾ നാളെ മാറ്റിവെക്കും, അല്ലെങ്കിൽ വൈകുന്നേരം മാറ്റിവെക്കും. ഇദ്ദേഹം പോയി അതെടുത്ത് നാളെ നേരം വെളിച്ചാൻ പെടും. ഭഗവാൻ അഴിച്ചു വച്ച വസ്ത്രം അദ്ദേഹം പിറ്റേ ദിവസം കൊടുക്കും. ഭഗവാൻ ആഹരിച്ച പാത്രത്തിൽ ബാക്കിയുള്ളത് അദ്ദേഹം കഴിക്കും. ഇങ്ങനെയാണ് ഉദ്ധവരും ശ്രീകൃഷ്ണനും കൂടിയിട്ടുള്ള ബന്ധം. അതുകൊണ്ടാണ് അവിടുന്നോതും ഓരോ ഗൂഢമാം മധുഭാഷിതം മറക്കാനാവതല്ല ഞങ്ങൾക്ക് ഒരു നാളും മഹാമതേ ആശയാൽ ഞങ്ങൾ മോക്ഷത്തിനർഹരല്ലേതും ആകയാൽ നേരിൽ വന്നതു തീർത്ത് ആത്മജ്ഞാനം നൽകട്ടെ മാധവൻ. ഞങ്ങൾക്ക് ആത്മജ്ഞാനം നൽകട്ടെ. സസ്യങ്ങൾ മഴ കൊണ്ട ഇന്ദ്രൻ പോലെ എന്ന് ഇനി ഞങ്ങളെ മഴ പെയ്താൽ സസ്യങ്ങൾ എങ്ങനെയാണ് കിളിർക്കുക? അതേമാതിരി ഞങ്ങൾക്ക് മാധവൻ ആത്മജ്ഞാനം ആത്മാവിനെ പറ്റിയിട്ടുള്ള ജ്ഞാനം തരട്ടെ. അത് മതി. ഇനി വേറെ ദർ ഇസ് നോ എസ്കേപ്പ്, ദർ ഇസ് നോ അതർ വേ. കടാക്ഷിച്ചു കുളിർപ്പിപ്പാനണിയും പ്രിയവല്ലഭൻ ഗോവിന്ദനെന്നെങ്കിലും ഈ ഞങ്ങളെപ്പറ്റി ഓതുമോ? പിന്നെയും അതന്നെ അവർക്ക് പറയുള്ളൂ.
കടാക്ഷിച്ച് നോക്കി സുഖിപ്പിക്കുക, നോക്കി കുളിർപ്പിക്കുക. അതെങ്ങനെയാണ്? കാമനകളെ അതിജീവിച്ചവരെ എന്ന് പറഞ്ഞിട്ട് തുറച്ച് നോക്കുന്നേ. അപ്പോൾ കടാക്ഷിച്ചു കുളിർപ്പിപ്പാനണയും പ്രിയ വല്ലഭൻ ആരാ? ഭഗവാൻ അവർക്ക് വല്ലഭൻ. ഗോവിന്ദനെന്നെങ്കിലും ഈ ഞങ്ങളെ പറ്റി ഓതുമോ? മധുരാംഗനമാർ മുമ്പിൽ നേരോതിടണം ഉദ്ധവനോട് എന്താ പറയണത്? സത്യാവസ്ഥ പറയണം കേട്ടോ എന്നാണ് പറഞ്ഞത്. മധുരാംഗനമാർ മുമ്പിൽ നേരോതിടണം ഉദ്ധവ. അതില്ലെങ്കിലും ആ രാസലീലാരാത്രികളെ അയവറുക്കിക്കൊണ്ട് ഞങ്ങൾക്ക് എത്ര വർഷം വേണമെങ്കിൽ എത്ര ജന്മം വേണമെങ്കിലും ജീവിക്കാം. ഇനഫ്. ആ 1-2 ദിവസത്തെ രാസലീല. എന്താ രാസലീല? ഇറ്റ് ഈസ് എ ഡിവൈൻ ഡാൻസ്, നത്തിങ് എൽസ്. ഡിവൈനാണത്. അപ്പോൾ അതില്ലെങ്കിലും ആ രാസലീലാരാത്രികളെങ്കിലും അഭിവന്ദ്യങ്ങൾ വിണ്ണോർക്കും അവയെങ്കിലും ഓർക്കുമോ? അഭിവന്ദ്യങ്ങൾ, അഭിമാനപൂർവം അഭിവാദ്യം ചെയ്യുന്നേ. അഭിവന്ദ്യങ്ങൾ വിണ്ണോർക്കും, ദേവന്മാർക്ക് കൂടി. എങ്കിലും ഓർക്കുമോ ഈ മട്ടഴും മണൽ തിട്ടോ വൃന്ദാവനീ കുഞ്ചമോ? വൃന്ദാവനത്തിലുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റേ മന്ദാകിരിയുടെ മണൽത്തട്ടോ. എങ്ങും മധുരയിൽ കാണില്ല അവിടേക്ക് എന്തു സൗഖ്യമാം. ഈ വൃന്ദാവനും ഈ എന്താണ് യമുന തടാകത്തിൻ്റെ മണൽത്തട്ടൊന്നും മധുരയിൽ സൃഷ്ടിക്കാൻ പറ്റില്ല എന്നാ. അതാണ് എങ്ങും മധുരയിൽ കാണില്ല. അവിടേക്ക് എന്തു സൗഖ്യമാം. അങ്ങനെയുള്ള ആൾക്ക് എന്ത് സൗഖ്യം ഉണ്ടാവുക? കൃഷ്ണൻ കളിച്ച കാളിന്തി തീരം ഗോവർദ്ധനാജലം. കാളിന്തിയുടെ തീരങ്ങൾ, ഗോവർദ്ധന പർവ്വതത്തിൻ്റെ 4 ഭാഗവും. വ്രജം വൃന്ദാവനം തൊട്ടതെല്ലാം ഇന്ദീവരാക്ഷനെ ഓർമ്മിപ്പിക്കുകയാം വീണ്ടും വീണ്ടും. എവിടൊക്കെ നോക്കണു അതൊക്കെ കൃഷ്ണൻ്റെ പാദപത്മങ്ങൾ പതിഞ്ഞ സ്ഥലങ്ങളാണ്. കൃഷ്ണൻ്റെ വാക്കുകളുടെ ധ്വനി തരുന്നതാണ് അവിടുത്തെ എന്താ പറയുക, മരങ്ങളും ലതകളും, വാട്ടവർ ഇറ്റ് ഈസ്. വ്രജം വൃന്ദാവനം. അതിനു മുമ്പ് പറഞ്ഞു കൃഷ്ണൻ കളിച്ച കാളിന്തി തീരം ഗോവർദ്ധനാജലം വ്രജം വൃന്ദാവനം തൊട്ടതെല്ലാം ഇന്ദീവരാക്ഷനെ ഓർമ്മിപ്പിക്കുകയാം വീണ്ടും വീണ്ടും. ആ കോമളാംഗനെ അപ്പോഴേക്കും വർണ്ണിക്കാമെന്ന. പിന്നെ ആ കോമളാംഗനെ മൗലിയിൽ പീലിമുടിയും മാർത്തട്ടിൽ മണിമാലയും കൈത്താരിൽ വേണുവും പൂണ്ട. കൈത്താരിൽ ഓടക്കുഴലും പൂണ്ട. ഞങ്ങൾ തൻ പ്രാണനാഥനെ, ഞങ്ങളുടെ പ്രാണനാഥനെ. ഈ ഒരവസ്ഥ നമ്മൾക്ക് വന്നോ? രക്ഷപ്പെട്ടു. ഓരോരുത്തർക്കും, ശ്രോതാക്കൾക്കും പിന്നെ വക്താക്കൾക്കും എല്ലാം ഭഗവാൻ പ്രാണനാഥനാണ്. വേണമെങ്കിൽ ഒരു താലി കൂടി വാങ്ങിക്കെട്ടാം. ഭഗവാന്റെ പേരിൽ എൻ്റെ പ്രാണനാഥനാണ് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഒരു താലി വാങ്ങിക്കെട്ടിയാൽ നിങ്ങളത് ഭ്രാന്തനാന്ന് പറയും പട്ടാമി. പക്ഷേ ഐ ആം ഗെറ്റിംഗ് എലിവേറ്റഡ്. ഇനി എന്താ പറയേണ്ടത്? അങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഈ നാരായണ ജപമാഹാത്മ്യം, ഈ മൂലം ഭാഗവതവും, ഈ ശ്രീകൃഷ്ണ കഥാമൃതവും, ഈ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ അർത്ഥവും ഒക്കെ പറഞ്ഞ് ഈ ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് എനിക്ക് ഡോംബിവിലിക്കാർ പിന്നെ ക്ലാസ് എടുത്തതിന് തന്നതാണ്. ചെയിനല്ല കേട്ടോ ലോക്കറ്റ്. അവരൊരു ഈ കയ്യിലുള്ള ഗുരുവായൂരപ്പൻ്റെ പിന്നെ രൂപമുള്ള ഇതും തന്നിട്ട്. അപ്പോൾ ഇതിൽ ശ്രീകൃഷ്ണൻ്റെ രൂപമുള്ള ഒരു താലി വാങ്ങിക്കെട്ടണം. ഞാൻ എന്തു പറയണു അത് ഞാൻ പാലിക്കണം. അതിനാണ് ഈ
വീണ്ടും ആ കോമളാങ്കനെ മൗലിയിൽ പീലിമുടിയും മാർത്തട്ടിൽ മണിമാലയും കൈത്താരിൽ വേണുവും പൂണ്ട ഞങ്ങൾ തൻ പ്രാണനാഥനെ നന്ദാത്മജനെ വിശേഷനെ എന്നോർപ്പാൻ ഞങ്ങളെത്രയും പ്രയത്നിച്ചാലും ആവുന്നില്ല. ഞങ്ങളുടെ പ്രാണനാഥൻ എന്നതിനേക്കാൾ ഗോകുലാധിപനായിരിക്കുന്ന നന്ദഗോപുരവാനെന്നോ വസുദേവതനൂജനെന്നോ വിശേഷനെന്നോ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണില്ല. ഹീ ഈസ് അവർ പ്രാണനാഥൻ ഫോർ എവർ. ഈ ദ്വാപരയുഗത്തിൽ നിന്നല്ല, എപ്പോഴൊക്കെ ഞങ്ങൾ എവിടെയാണല്ലോ അപ്പോഴൊക്കെ എൻ്റെ പ്രാണനാഥനാണ് അദ്ദേഹം. നന്ദാത്മജനെ വിശേഷനെന്നോർപ്പാൻ ഞങ്ങളെത്രയും പ്രയത്നിച്ചാലും ഞങ്ങൾ പ്രയത്നിക്കുന്നുണ്ട്, പക്ഷെ പറ്റില്ല. പ്രാണനാഥൻ ആ ഒരു സംജ്ഞ മതി. ഹരേ ഹരേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഹരേ ഹരേ ഓം ഹരേ നമ. ഞാൻ 2022 ഫെബ്രുവരി 24 ഈ എൻ്റെ രണ്ടാമത്തെ സപ്താഹം കോ ആചാര്യനായിട്ട് ചന്ദ്രു ശർമ്മയുടെ ഒപ്പം ചെമ്പൂര് സുബ്രഹ്മണ്യ സമാജത്തിൻ്റെ ബേസ്മെൻറ്റിൽ ജാനകി അമ്മ അലിയാസ് ഭാരതി അമ്മ അലിയാസ് അഭേദാനന്ദ ആശ്രമത്തിലെ സന്യാസിനി അവരുടെ പിറന്നാളിന്. അപ്പോഴാണ് ഞാൻ ഈ ഹരേ നമ ഓരോ അധ്യായം കഴിഞ്ഞാലും ചന്ദ്രു ശർമ്മ ഹരേ നമ ഓം ശ്രീ ഹരേ നമ. പക്ഷേ അന്ന് തീ കൊളുത്തിയിട്ടുള്ള ഈ കരിമരുന്ന് എൻ്റെ ഉള്ളിലിങ്ങനെ ആളിക്കത്തുകയാണ്. ഈ ഹരേ നമ അതിൻ്റെ ഒരു ടെമ്പോ. അതുകൊണ്ടാണ് പറഞ്ഞത്, മണിവർണ്ണൻ്റെ ആ നോക്കും ആ നോട്ടം, മണിവർണ്ണൻ്റെ ആ നോക്കും മധുചിന്നിയ വാണിയും, മധുചിന്നിയ എന്ന് പറഞ്ഞ അർത്ഥം തേനൊഴുകുന്ന വാണിയും വാക്കുകളും, നോക്കും വാക്കും, മന്ദസ്മിതവും ഈ ഞങ്ങൾ മറന്നിടേണ്ടത് എങ്ങനെ. മറക്കാൻ പറ്റില്ല. ഇത് വായിക്കുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ സ്ഥിതി എന്തായിരിക്കും? ഞാൻ ഏതാനും ദിവസത്തിന് ഞാൻ കാണിച്ചു തരാം. ശ്രീകൃഷ്ണൻ്റെ രൂപമുള്ളൊരു താലിയുടെ ആകൃതിയിൽ കഴുത്ത് കെട്ടുതന്നെ. എൻ്റെ പ്രാണനാഥനാണ് അദ്ദേഹം. അപ്പം ഇവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ മണിവർണ്ണൻ്റെ ആ നോക്കും മധുചിന്നിയ വാണിയും മന്ദസ്മിതവും ഈ ഞങ്ങൾ മറന്നിടേണ്ടതെങ്ങനെ. ഇപ്പോഴും ആ വേണുഗാനം കേൾക്കയാണ് ഞങ്ങൾ ഉദ്ധവ. ഹരേന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാനവിടെ. ഉദ്ധവനോട് പറയണേ, ഇപ്പോഴും നിങ്ങൾ മഹാമതേ ഉദ്ധവ, നിങ്ങൾ മുന്നിലിരിക്കണത് ഞങ്ങൾ കാണുന്നില്ല. അന്ന് ഊതിയിട്ടുള്ള ക്ലീം എന്ന കാമരാജ മന്ത്രം ഞങ്ങളുടെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും ആ വേണുഗാനം കേൾക്കയാം ഞങ്ങൾ ഉദ്ധവ. ഇതാ മുൻപാകെ ഓമൽ കൈ നീട്ടി മിന്നുന്നു കോമളൻ. ഇതാ മുമ്പാകെ ആലോചിച്ചു, ഞങ്ങളുടെ മുമ്പിലിതാ ഓമൽ കൈ നീട്ടി ഞങ്ങളെ ഓരോരുത്തരെയും ഹസ്തദാനം ചെയ്യാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഹസ്തം അദ്ദേഹത്തിൻ്റെ എന്താണെന്ന് പറയുക, അദ്ദേഹത്തിൻ്റെ തൃക്കൈയിൽ പിടിക്കാൻ വേണ്ടി കൈ നീട്ടണം അദ്ദേഹം. ഞങ്ങൾ അങ്ങയെ കാണുന്നില്ല. ഇതാ മുമ്പാകെ ഓമൽ കൈ നീട്ടി മിന്നുന്നു കോമളൻ, അവർ പ്രാണനാഥൻ. അല്ലേ? ഇനി അതിൽ അവസാനത്തെ ശ്ലോകം 54. ഹേ കൃഷ്ണ പരമാനന്ദമൂർത്തേ മന്മഥ 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 മന്മഥ. എന്താ അർത്ഥം പറയാം? കാമദേവൻ്റെയും കാമദേവൻ എന്നർത്ഥം. മന്മഥ മന്മഥ മാഴുകും ഈ ഗോകുലം നീയെ രക്ഷിക്കണം മഹാപ്രഭു. അതാണ് ഗോപികമാർക്ക് മമതയില്ല.
എന്താ പറഞ്ഞത്? മാഴുകും ഈ ഗോകുലം നീയെ രക്ഷിക്കണം മഹാപ്രഭോ. ഈ ഗോകുലത്തിനെ നീ രക്ഷിക്കേ. ഈ ഗോകുലത്തിലുള്ള അത്ര മാടുകളെയും കിടാങ്ങളെയും ഗോപന്മാരെയും ഗോപസ്ത്രീകളെയും ഈ ഗോകുലത്തെയും ഈ അദ്ദേഹം എടുത്തു പൊന്തിച്ചിട്ടുള്ള ആ ഗോവർദ്ധന പർവ്വതത്തെയും വ്രജത്തെയും വൃന്ദാവനത്തെ എല്ലാം, മന്ദാകിനിയുടെ തീരം, കാളിന്തിയുടെ തീർത്ത് എല്ലാം എവിടൊക്കെ അദ്ദേഹത്തിൻ്റെ പാദസ്പർശം ഏറ്റിട്ടുണ്ടോ അതിനൊക്കെ അങ്ങ് ഹേ കൃഷ്ണ പരമാനന്ദമൂർത്തേ. ഈ കൃഷ്ണൻ ആരാന്നാ പറഞ്ഞത്? പരമാനന്ദമൂർത്തേ. പരമാനന്ദം മൂർത്തീഭവിച്ചാൽ എന്താ വെച്ചാൽ അത് പഞ്ചസാര മൂർത്തീഭവിച്ചതാണ് കൽക്കണ്ടം, സ്നേഹം ഘനീഭവിച്ചതാണ് പ്രേമം. അത് ശാരീരികമല്ല, ആധ്യാത്മികമാണ്. ഇതറിയാണ്ട് നമ്മളിത് വായിച്ചിട്ട് കാര്യമില്ല. ഹേ കൃഷ്ണ പരമാനന്ദമൂർത്തേ മന്മദ മാഴുകും ഈ ഗോകുലം നീയെ രക്ഷിക്കണം മഹാപ്രഭോ. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ വിംശാധികശതതമസർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 121 സർഗം തുടങ്ങണു. ഉദ്ധവരുടെ ഗോകുലയാത്ര ഭാഗം 6. ഉദ്ധവരെ സംബന്ധിച്ചിട്ടുള്ള കഥ അവസാനിക്കാൻ പോവുകയാണ് ഈ ഒരു 6ാമത്തെ ഭാഗത്തോട് കൂടിയിട്ട്. ഇതിൽ എനിക്ക് തോന്നണത് എത്ര ശ്ലോകമുണ്ട്, ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, അല്ലാണ്ടൊന്നുമില്ല. 49 ശ്ലോകങ്ങളാണ്. 49 ശ്ലോകങ്ങളാണ്. നോക്കുക. ഈ വണ്ണം കൃഷ്ണ സന്ദേശം നുകർന്നീടിന ഗോപികൾ. കൃഷ്ണ സന്ദേശം നുകർന്നീടിന ഗോപികൾ. ഇന്ദ്രിയാതീതനെന്നാലും ഭഗവാൻ ഇന്ദ്രിയങ്ങൾക്ക് അതീതനെന്നാലും ഇന്ദീവരലോചനൻ തങ്ങളെ കൈവിടില്ലെന്നും അത്യന്തോ ഉദാരമാനസൻ. ഭഗവാൻ ആരാന്നപ്പോൾ പറഞ്ഞത്? ഇവർ ആദ്യം പറഞ്ഞു, വണ്ടേ നിൻ്റെ കൊമ്പുമ്പിൽ സെന്തൂരം കാണുന്നുണ്ട്. മധുരാപുരിയിലെ ഏതെങ്കിലും കോമളാംഗിയെ തൊട്ടിട്ടുള്ള ആ നിൻ്റെ ഈ വരവ് ഞങ്ങളെ തൊട്ട് പോരുതെന്നാണ് വന്നത്. ഇപ്പോൾ പറയണു ഇന്ദ്രിയാതീതനെന്നാലും ഇന്ദീവരവിലോചനൻ തങ്ങളെ കൈവിടില്ലെന്ന്. ആ ഒരു വിശ്വാസമാണ് പ്രമാണം ഗോപികുമാർക്ക്. ഭഗവാൻ നമ്പിയാൽ കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസം. ആന കൂത്തിയാലും ഇല്ലേ, ഞങ്ങൾ ഒരു തമാശ പറയും ഞങ്ങളുടെ നാട്ടിൽ, ആനയ്ക്ക് വേണമെങ്കിൽ ചവിട്ടി മതിക്കാം, മൂക്കിൽ രോമം വിടുങ്ങാൻ പറ്റില്ലല്ലോ എന്ന്. ശരിയല്ലേ? മൂക്കിൻ്റെ ഉള്ളിൽ, നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിൽ രോമം ആനയുടെ തുമ്പിക്കൈ കൊണ്ട് പിടിച്ചു വലിക്കാൻ പറ്റില്ല. അത്രയും ഉറപ്പാണ്, കുറുപ്പിൻ്റെ ഉറപ്പാണ്. ഈ വണ്ണം കൃഷ്ണ സന്ദേശം നുകർന്നീടിന ഗോപികൾ ഇന്ദ്രിയാതീതനെന്നാലും. അപ്പോൾ നമ്മൾ സാധാരണക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഈശ്വരൻ സഗുണനല്ല, ഈശ്വരൻ നിർഗുണനാണ്. അതുകൊണ്ട് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒരു നിമിത്തം തുടക്കത്തിലാവാം. അത് കഴിഞ്ഞാൽ കാറ്റിനെയും ആകാശത്തിനെയും അഗ്നിയെയും ജലത്തിനെയും ഭൂമിയെയും മഹത്തത്വങ്ങളെ ആത്മാവിനെ സ്നേഹിക്കാൻ തുടങ്ങണം. ആത്മാവുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങണം. മൂർത്തി പൂജ വേണ്ടെന്നാണ് പറഞ്ഞത്. കുറേ കഴിഞ്ഞാൽ തുടക്കത്തിലാവാം, അത് കഴിഞ്ഞാൽ വേണ്ട. അതുകൊണ്ട് ഈ വണ്ണം കൃഷ്ണ സന്ദേശം നുകർന്നീടിന ഗോപികൾ ഇന്ദ്രിയാതീതനെന്നാലും ഇന്ദീവരവിലോചനൻ തങ്ങളെ കൈവിടില്ലെന്ന് കൈവിടില്ലെന്നും അത്യന്ത ഉദാരമാനസൻ എന്നോർത്ത് പരമാനന്ദം പൂണ്ടു വിശ്വൈകധന്യകൾ. ആരാ ഗോപസ്ത്രീകൾ? വിശ്വൈകധന്യകൾ. വിശ്വത്തിൽ, ഈ പ്രപഞ്ചത്തിൽ ധന്യവാരായിട്ടുള്ളവരുണ്ടെങ്കിൽ അത് ഗോപസ്ത്രീകൾ, ഗോപന്മാരും. കൃഷ്ണലീലകളും പാടി രാവും പകലും അങ്ങനെ മാധുര്യമേറ്റിയും കൊണ്ട ആ മഹാഭാഗവതോത്തമൻ. ഉദ്ധവരെ സംബന്ധിച്ചിടത്തോളം ഉത്സവപ്രതീതിയാണ്. രാവും പകലും ഗോപസ്ത്രീകൾ പാടുന്ന ശ്രീകൃഷ്ണ ലീലാരസങ്ങൾ, ശ്രീകൃഷ്ണൻ്റെ ലീലാവിനോദങ്ങൾ.
കൃഷ്ണലീലകളും പാടിരാവും പകലും അങ്ങനെ മാധുര്യമേറ്റിയും കൊണ്ട് ആ മഹാഭാഗവതോത്തമൻ ഗോകുലം പരമാനന്ദത്തിങ്കൽ മുങ്ങിടും ആവിധം. ഗോകുലം പരമാനന്ദത്തിൽ മുങ്ങിടും ആവിധം. വെള്ളപ്പൊക്കമൊന്നും ഉണ്ടായിട്ടില്ല. ശ്രീകൃഷ്ണനോടുള്ള പ്രേമം, ശ്രീകൃഷ്ണനോടുള്ള ആദരവ്, ശ്രീകൃഷ്ണനോടുള്ള എല്ലാം ഗോകുലം പരമാനന്ദത്തിങ്കൽ മുങ്ങിയിടും ആവിധം കുറേ മാസങ്ങളവിടെ തന്നെ വാണാൻ മഹാശയൻ. കാളിന്തി ഗോകുലം വൃന്ദാവനം ഗോവർദ്ധനാചലം ഇവിടങ്ങളിൽ ഓരോന്നും കണ്ടു ചോദിച്ചു പുണ്യവാൻ. ഓരോ ദിവസം ഓരോ സ്ഥലങ്ങൾ കാണുക. അപ്പോൾ കുറേ ആൾക്കാർ ഒപ്പമുണ്ടാവും, ഗോപസ്ത്രീകൾ. ഇത് കൃഷ്ണൻ അങ്ങനെ ചെയ്തു, ഇവിടെ കൃഷ്ണൻ ഇങ്ങനെ ചെയ്തു, ഇതന്നെ പറയുള്ളൂ. കൃഷ്ണാവേശം വളർത്തിക്കൊണ്ട് ഓരോരോ ദിവസങ്ങളും കൃഷ്ണാവേശം, കൃഷ്ണനോടുള്ള ആവേശം പകർന്നാടി ഗോപസ്ത്രീകളെ. കൃഷ്ണാവേശം വളർത്തിക്കൊണ്ട് ഓരോരോ ദിവസങ്ങളും മിന്നിച്ചും ഗോകുലത്തിങ്കൽ ഏവർക്കും ഭക്തപുങ്കവൻ. ആരാ? ഭക്തപുങ്കവൻ. എത്ര വലിയ എന്താണെന്നാ പറയുക, സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് എനിക്ക് പറയാൻ വയ്യ. അതിനുള്ള വിവേകമില്ല എനിക്ക്. ഏവർക്കും ഭക്തപുങ്കവൻ ഗോപീജനങ്ങൾ തൻ കൃഷ്ണപ്രേമം അന്യാദൃശം. വേറെ എവിടെയും കാണില്ല. ഗോപസ്ത്രീകളുടെ കൃഷ്ണപ്രേമം വൃന്ദാവനത്തിൽ മാത്രം. അതാണ് ശരി. പക്ഷെ നമ്മുടെ മനസ്സിനെ വൃന്ദാവനമാക്കിയാൽ നമുക്ക് അത് അനുഭവിക്കാം. ഈ ശ്ലോകങ്ങളെ നമ്മൾ ആവർത്തിച്ച് ഉരുവിട്ടാൽ നമ്മുടെ മനസ്സ് നമ്മുടെ എത്ര എളിയ ഭവനവും വൃന്ദാവനമായിട്ട് നമുക്ക് മാറ്റാം. ഞാൻ ഏതൊരു വൈകാരിക നിമിഷത്തിലാണ് 92-ൽ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം വാങ്ങി വൃന്ദാവനം നിട്ടത് എനിക്കറിയില്ല. അതാണ് സത്യം. എൻ്റെ തറവാട്ട് പേര് പന്തല്ലൂർ എന്നാണ്, ഓങ്ങല്ലൂർ പന്തല്ലൂർ. ഇവളുടെ കുരുവമ്പലം ചെമ്മാട്ട്. അതും അവരൊരു 95 വർഷം മുമ്പേ ഒരു 10-22 കിലോമീറ്റർ ദൂരെ ചെമ്മാട്ടുപ്പടി ഒരു ബസ് സ്റ്റോപ്പ് തന്നെ ഉണ്ട്. ഇപ്പോഴും ഒരു വിഭാഗക്കാരുണ്ട് അവിടെ, താമസമുണ്ട്. അത് ഏലംകുളം അടുത്ത്. അപ്പോൾ ഞാൻ ദരിദ്രനാണ്, എനിക്ക് അധികം സമ്പത്തൊന്നുമില്ല, അപ്പോഴുമില്ല എപ്പോഴുമില്ല. ഇപ്പോൾ എൻ്റെ സമ്പത്ത് കൃഷ്ണപ്രേമാണ്. അല്ലെങ്കിൽ ഞാൻ ഭഗവാന്റെ ഭക്തദാസനാവുക. കാരണം അതാണ് എൻ്റെ ഏറ്റവും വലിയ അസറ്റ്. എൻ്റെ ഗുരുനാഥൻ എനിക്ക് തന്നിട്ടുള്ള അസറ്റ്. എൻ്റേതല്ല, ഗുരുനാഥൻ തന്നിട്ടുള്ളതാണ്. കുന്നക്കാവ് എന്ന് പറയാം, കുന്നക്കാവിൽ ചെമ്മാട്ടുപ്പടി എന്ന് പറയും. അപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്തു, എന്തായാലും പേര് വൃന്ദാവൻ എന്നായിക്കോട്ടെ. ഞാൻ ഭഗവാൻ എന്നെക്കൊണ്ട് നമ്മുടെ മനസ്സിനെ വൃന്ദാവനാക്കണം എന്ന് പറഞ്ഞു. ഞാൻ സ്റ്റണ്ടായിപ്പോയത് അവിടെ. അപ്പോൾ കൃഷ്ണാവേശം വളർത്തിക്കൊണ്ട് ഓരോരോ ദിവസങ്ങളും മിന്നിച്ചു ഗോകുലത്തിങ്കൽ ഏവർക്കും ഭക്തപുങ്കവൻ ഗോപീജനങ്ങൾ തൻ കൃഷ്ണപ്രേമം അന്യാദൃശം മഹാൻ നേരിട്ടു കണ്ടറിഞ്ഞ് ഉള്ളാൽ നമിച്ച് ഈ മട്ടു പാടിനാൻ. ഉദ്ധവരൊരു പാട്ട് പാടി. എങ്ങനെ? ഉള്ളം കൊണ്ട് ഗോപികമാരെ നമിച്ച്. മനുഷ്യജന്മന്മാർന്നോരിൽ ഇവരാണ് അത് ധന്യകൾ. ഈ ഭൂമണ്ഡലത്തിൽ മനുഷ്യജന്മത്തിൽ എത്ര ആൾ ഉണ്ട്? അവരിൽ വെച്ച് ഏറ്റവും ധന്യകൾ ഈ ഗോപസ്ത്രീകളാണ്. സ്ത്രീകളാവുകിൽ എന്താർക്കുണ്ട് ഈ വിധം ഭക്തി മന്നിത്. സ്ത്രീകളായിട്ടുള്ളവരിൽ ഈ വിധം ഭക്തി ആർക്കാണ് എന്ന് ഉദ്ധവർ ചോദിക്കണം. മനുഷ്യജന്മം മാർന്നോരിൽ
ഇവരാണ് അതിധന്യകൾ സ്ത്രീകളാവുകൾ എന്താ ആർക്കുണ്ട് ഈ വിധം ഭക്തിമന്യതിൽ ഋഷീന്ദ്രർ പോലും ആശിക്കും. ഋഷികളല്ല, ഋഷീന്ദ്രർ, ഋഷികളിൽ ഇന്ദ്രത്വമുള്ളവരെന്നർത്ഥം. ഋഷീന്ദ്രർ പോലും ആശിക്കും നിലയാണിത് അലൗകികം. അവിടെയാണ് എൻ്റെ പാസ് മാർക്ക്. ഞാൻ പാസ്സായത് ഇങ്ങനെയാണ്. ഏത് അലൗകികം 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 എപ്പോഴോ പറയാൻ തുടങ്ങിയിരുന്നതാണ്. രാസലീല ലൗകികമല്ല, അലൗകികമാണ്. ഇത് ആചാര്യൻ സപ്താഹവേളയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ധൈര്യം കാണിക്കില്ല കുമ്മി അടിക്കാൻ. ഇത് അല്ല അലൗകികമാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവണവർ ഉണ്ടാവില്ല. ഞാൻ തീർത്ത് പറയാം. ഒരു സ്ത്രീ ധൈര്യപ്പെട്ട് വരില്ല കുമ്മി അടിക്കാൻ. അതും ചിലവർ ആചാര്യനെ ക്ഷണിക്കണു. ഞാൻ മനസ്സുകൊണ്ട് എന്നെ ശപിക്കാറുണ്ട് ആ സമയത്ത്. എന്തുകൊണ്ടാണ് മനുഷ്യർ ഇത്രയും അധപ്പതിക്കുന്നത്? ഡിവൈൻ ക്യാരക്ടേഴ്സിനെ അനുമോദിക്കുന്നതിന് പകരം എന്തിനനുകരിക്കണം? ഐ ആം സോ അപ്സെറ്റ്. ഒരു സപ്താഹത്തിന് പോയാൽ എനിക്കും ഒരു 10-30,000 റുപ്യ 7 ദിവസം കൊണ്ട് ഉണ്ടാക്കാം. ഞാനത് വേണ്ട വെച്ചത് ഈ ഒരു പ്രേരണ എനിക്ക് ഈ എന്താണെന്നാ പറയുക, ഓഡിയൻസിലുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ല. അവർ വിചാരിക്കും ഞാൻ ഊളംപാറയെന്ന് വന്ന ആളാണോ എന്ന് വിചാരിക്കും. മനസ്സിലായില്ലേ? ആ ഒരു പുരാതി വേണ്ട. അതിനെൻ്റെ ഗുരുനാഥൻ വളരെയധികം നിഷ്കർഷിച്ച് പറഞ്ഞു, ഡോണ്ട് ബിക്കം എ പ്രൊഫഷണൽ, റിമെയിൻ ആസ് ആൻ അമേച്ചർ. ഗൗളി കൊക്കുടു. അപ്പം ഇവിടെ ഋഷീന്ദ്രർ പോലും ആശിക്കും നിലയാണിത് അലൗകികം. അടുത്തു കൃഷ്ണനോടൊപ്പം വാഴും ഞാൻ പോലും ഇത്തരം. ഉദ്ധവർ പറയണു, ഞാൻ കൃഷ്ണൻ്റെ ഒപ്പം ജീവിക്കുന്ന ആളാണ്, എനിക്ക് കൂടി ഈ ഒരു സ്ഥിതി വിശേഷം ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അവരെ ഞാൻ നമസ്കരിക്കണമെന്ന് പറഞ്ഞത്. അടുത്ത കൃഷ്ണനോടൊപ്പം വാഴും ഞാൻ പോലും ഇത്തരം ഭാവം കൊതിക്കുകയാണെന്നും ഇവരൻ ഗുരുഭൂതങ്ങൾ. മൈ ഗോഡ്, ഗോപസ്ത്രീകളെ എൻ്റെ ഗുരുഭൂതങ്ങളാണ് ഇന്ന് മുതൽക്ക് എന്നാണ് പറഞ്ഞത്. അപ്പം എന്തായി? ദേവന്മാരുടെ ഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയുടെ ശിഷ്യത്വം വഹിച്ചിട്ടുള്ള ഉദ്ധവർ പറയണു, ഞാൻ ശ്രീകൃഷ്ണ പരമാത്മാവിനോട് കൂടെ ചേർന്ന് ഇഴുകിച്ചേർന്ന് ജീവിക്കണു, ഞാൻ അദ്ദേഹത്തിൻ്റെ മന്ത്രിസത്തമനാണ്. പക്ഷേ ഭക്തിയുടെ മാർഗം വരുമ്പോൾ ഞാൻ കൊതിക്കുകയാണെന്നും ഇവരൻ ഗുരുഭൂതങ്ങൾ. അപ്പോൾ നമ്മൾ ഗോപസ്ത്രീകളെ നമ എന്ന് പറയുന്നത്, ഗോപസ്ത്രീകളെ നമ എന്ന് പറഞ്ഞത് നമസ്കരിക്കാം, ഒരു കുഴപ്പമില്ല. നേരായ ഭക്തി ഉണ്ടാവണേ ഭഗവാനെ. ഗോപസ്ത്രീകളെ നമസ്കാരം. ഇവിടം പുല്ലുമേഞ്ഞോടിക്കളിക്കും പൈക്കിടാങ്ങളും. ഈ വൃന്ദാവനത്തിൽ ഇവിടം പുല്ലുമേഞ്ഞ് ഓടിക്കളിക്കും പൈക്കിടാങ്ങളും. പ്രേമകാര്യത്തിൽ എന്നേക്കാൾ എത്രയോ പടിമോളിലാം. പ്രേമകാര്യത്തിൽ എന്നേക്കാൾ. ഇവിടുത്തെ പശുക്കിടാങ്ങൾ, ഈ പുൽമേട്ടിൽ പുല്ല് മേയുന്ന ഈ പശുക്കിടാങ്ങൾ എന്നേക്കാൾ എത്രയോ മേലെയാണ് ഭക്തിയുടെ പ്രഭാവത്തിലെന്നാണ് പറഞ്ഞത്. ഋഷീന്ദ്രർ പോലും ആശിക്കും നിലയാണിത് അലൗകികം. അടുത്ത കൃഷ്ണനോടൊപ്പം വാഴും ഞാൻ പോലും ഇത്തരം ഭാവം കൊതിക്കുകയാണ് എന്നും ഇവരൻ ഗുരുഭൂതങ്ങൾ. ഇവിടം പുല്ലുമേഞ്ഞോടിക്കളിക്കും പൈക്കിടാങ്ങളും. പ്രേമകാര്യത്തിൽ എന്നേക്കാൾ എത്രയോ പടി മോളിലാം. കൃഷ്ണലീലാരസാസ്വാദം തന്നെ മർത്യനു ഭക്ഷണം. മനുഷ്യൻ എന്താ കഴിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. ബിരിയാണി അല്ല കഴിക്കേണ്ടത്, മധുപാനം ചെയ്യേണ്ട ആവശ്യമില്ല.
അവരെന്ത് ചെയ്യണം? കൃഷ്ണലീലാരസാസ്വാദം, കൃഷ്ണലീലാരസാസ്വാദം തന്നെ മർത്യന്നു ഭൂഷണം. ആര് കേൾക്കുന്നുണ്ടത്? പറയൂ. അതൊന്നില്ലായിൽ വിപ്രേന്ദ്രർ പോലും ഏറെ വിരൂപനാം. ഈ കൃഷ്ണലീലാരസാസ്വാദം ഒന്ന് ഇല്ലാങ്കിൽ വിപ്രന്മാരിൽ ഇന്ദ്രത്വമുള്ളവർ പോലും ഏറെ വിരൂപനാം. എന്താ പറയാനർത്ഥം? ബ്രഹ്മാതിവന്ദിതകളാമ്യവർദ്ധൻ മുമ്പിലുദ്ധവൻ. ബ്രഹ്മാതിവന്ദിതകളാമ്യവർദ്ധൻ, ബ്രഹ്മാവും എക്സെട്ര ആൾക്കാർ ഗോപസ്ത്രീകളെ വണങ്ങണമെന്നാണ് പറഞ്ഞത്. ബ്രഹ്മാതിവന്ദിതകളാമ്യവർദ്ധൻ മുമ്പിലുദ്ധവൻ വെറും മണൽത്തരി. ഞാൻ ഇവരുടെ മുമ്പിൽ വെറും ഒരു മണൽത്തരി. മഹാഭക്തനൊന്നു പുകഴ്ന്നവൻ, ഒന്നുമില്ല. ഞാനും വിചാരിച്ചു ഞാൻ മഹാഭക്തനാണെന്ന്. ഉദ്ധവർ പറയണം, വെറും മണൽത്തരി, മഹാഭക്തനെന്നു പുകഴ്ന്നവൻ. ഭഗവത് ഭക്തിയെ മന്നിലെന്നും സർവോത്തമോത്തമം. ഭഗവത് ഭക്തി മാത്രമാണ് ഈ മണ്ണിൽ എന്നും, ഫോർ എവർ. സർവോത്തമോത്തമം, ഉത്തമത്തിൽ വെച്ച് ഉത്തമം, സർവോത്തമോത്തമം. ഉയർച്ച താഴ്ച മറ്റുള്ളതെല്ലാം കാഴ്ചയ്ക്കു മാത്രമാം. സമ്പത്ത്, ബാങ്ക് ബാലൻസ്, ഉയർച്ച താഴ്ച മറ്റുള്ളതെല്ലാം കാഴ്ചയ്ക്കു മാത്രമാം. ഇവരെ പറ്റി വല്ലവരും വല്ലതും ദോഷമോർക്കുകിൽ നമ്മളെ കോഷൻ ചെയ്യാണ്. ഈ പതിവ്രതകളായിരിക്കുന്ന ഗോപസ്ത്രീകളെ പറ്റി എന്തെങ്കിലും ദോഷം വിചാരിച്ചാൽ അവരെക്കാൾ മഹാപാപം ചെയ്വോരില്ല എങ്ങും ഊഴിയിൽ. ഈ പ്രപഞ്ചത്തിൽ കൃഷ്ണസംബന്ധമല്ലാതെ ഈ ഗോപികൾക്കില്ലൊരിക്കലും. ഗോപസ്ത്രീകൾക്ക് ആജീവനാന്തം ശ്വാസം ഇൻഹേൽ ചെയ്യണു, എക്സേൽ ചെയ്യണു, എങ്കിലും അതിലെന്താ? ശ്രീകൃഷ്ണ ലീലാരസമാണ് ഓരോ ശ്വാസത്തിലും. കൃഷ്ണസംബന്ധം അല്ലാതെ ഈ ഗോപികൾക്കില്ലൊരിക്കലും മറ്റുള്ള ബന്ധം ഏതേതും കേവലം തോന്നൽ മാത്രമാണ്. ഞാൻ ഇന്ന ഗോപൻ്റെ ഭാര്യയാണ്, ഇന്ന ഗോപൻ്റെ അനിയത്തിയാണ്, ഇന്ന ഗോപൻ്റെ ഏടത്തിയാണ്, ഇന്ന ഗോപിക്കുട്ടൻ അല്ലേ, ഗോപകുമാരന്മാരുടെ അമ്മയാണെന്നുള്ള ബോധം. മറ്റുള്ള ബന്ധം ഏതേതും കേവലം തോന്നൽ മാത്രമാം. ഗോപന്മാർക്കരികത്തു തന്നെ തോന്നിയില്ല രാസലീലയിൽ. ഗോപന്മാർ അരികത്തെന്ന് തോന്നിയില്ലേ രാസലീലയിൽ. ഗോപന്മാർക്കരികത്തെന്നു തോന്നിയില്ലേ രാസലീലയിൽ. ഇല്ല, അതാം വെറും തോന്നൽ. ഇവർക്ക് അതിലെല്ലൊരു സംശയം. ഇവർക്ക് സ്പഷ്ടമാണ്, ഇവർക്ക് ശ്രീകൃഷ്ണബന്ധം മാത്രമേ ഉള്ളൂ. അതാം വെറും തോന്നൽ ഇവർക്ക് അതിലെല്ലൊരു സംശയം. സത്യമായതിവർക്കെന്നും കൃഷ്ണനോടുള്ള ചേർച്ചയാം. കൃഷ്ണനോടുള്ള ചേർച്ച മാത്രമാണ് ഇവർക്ക് പരിപാവനമായിട്ട് സൂക്ഷിക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ, ശ്രീഹരയേ നമ, ശ്രീഹരയേ.